ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പം ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബർത്ത്ഡേയും കൂടെ സ്പെഷ്യലുണ്ട്. അപ്പോൾ അവസാനം വരെ കാണുക. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. കാരണം ഇന്നലെ വരെ ഇന്നലെ അല്ല 2-3 ആഴ്ച മുമ്പ് വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിലും ഞാൻ പെട്ടെന്ന് മറന്നുപോയി. കാരണം ഇപ്പം എക്സാമിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് ഫുൾ അപ്സെറ്റായിരുന്നു. അതുപോലെ തന്നെ ഗുണ്ടുവിന് ദോശ ഗൈസ് നോക്കണേ, ദോശ. പക്ഷെ എനിക്ക് കിട്ടിയതോ ഉണക്ക മൈദാപ്പുട്ട്. അതാണ് ഞാനും ഗുണ്ടും തമ്മിൽ ഈ വീട്ടിലുള്ള വ്യത്യാസം. നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അവന് പാലും ദോശയും കൊടുത്തു, എനിക്ക് ചായയും പുട്ടും തന്നു. എന്നിട്ടും അവന് അതൊന്നും, ഈ ദോശ കഴിച്ചതൊന്നും മതിയായില്ല അവന്. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ കണ്ടു നോക്ക്, ഈ പാലും ദോശയും കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു. എന്തിനാണ് ചോദിച്ചത്? പുട്ട് യു വാണ്ട് പുട്ടു? യെസ്, കൊടുത്തു നോക്കൂ. എന്നാൽ എൻ്റെ കയ്യിലിതാ. കുറച്ച് നേരം ഇരുന്നു. വിഴുങ്ങി ഇറക്കിയാടാ നീ. അവൻ വിഴുങ്ങലാണ്. അങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് പുട്ട് തിന്നാനായിട്ട്. വേടാ വാ, വീണില്ല താഴേന്നത്, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അയ്യടാ, എൻ്റെ പൊന്നാണേ, എൻ്റെ പൊന്നാണേ, എൻ്റെ പൊന്നാണേ. ഇന്ന് മൂത്തയാളിന് ലീവ് ഉള്ളതുകൊണ്ട് അവളും കൂടി ഇന്ന് പാലെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഗുണ്ടും പിന്നെ ശ്രീകുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇതാ തോട്ടത്തോട്ട് പോന്നു. ഭയങ്കര ഹാപ്പിയാണ്. അവന് പഴയ ഓർമ്മകൾ. അവനെ ഞാൻ ഇപ്പോൾ കൂടുതലും ബാക്കിലാണ് ഇരുത്തുന്നത്. ഇപ്പം താഴെ ഇരുന്നിട്ട് പകുതി തലയും പകുതി കൈയും കാലും പുറത്തിട്ടൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ പകുതി പുറത്താണ് ഇട്ടിരിക്കുന്നത്. ബാക്കിൽ വാലും പുറത്ത് കിടപ്പുണ്ട്. പിന്നെ ദാ പോ പല കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങളും നടത്തിയാണ് നമ്മൾ പോകുന്നത്. പോണ വഴിക്ക് ഞങ്ങൾ ശാന്തമാമിയെ കണ്ടു. അപ്പം ശാന്താമി അല്ലെങ്കിൽ ഇത് എന്നും വരണത് കൊണ്ട് അവനറിയാം. എന്നും ശാന്താമി എന്തെങ്കിലുമൊക്കെ കുശലം ചോദിച്ചിട്ടേ അവനോട് വിടത്തുള്ളൂ ഇതുവഴി. അപ്പം ഞാൻ ശാന്താമിയെ വിളിക്കാതെ അതാ പോവുകയാണ്. ഗുണ്ടുവിന് അറിയാമെന്നുള്ളതുകൊണ്ട് മാമിയെ ഒന്നും ചെയ്യത്തില്ലെന്നറിയാം. അവിടെ ചെന്നിട്ട് ഇപ്പം നോക്കിക്കോയേ. ശാന്താമി ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെ ഞങ്ങൾ ഇതാ പോകുന്നു. എന്നിട്ട് ഞാൻ ശാന്താമിയോട് ചോദിക്കുകയാണ്, പാലെടുക്കാൻ കൂടി ഹെൽപ്പ് ചെയ്യാൻ വാന്ന്. അപ്പം നിങ്ങൾ പോയി എടുത്താൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അന്നത്തെ ഞങ്ങൾ ചെറുതിലെയും അതുപോലെ ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴൊക്കെ ഉള്ള നമ്മുടെ അയൽവാസി മാമിയാണ്. ഭയങ്കര സ്നേഹമാണ്. എൻ്റെ അമ്മയെ പോലെ സ്നേഹവും കാര്യമൊക്കെയാണ്. പിന്നെ ശ്രീകുട്ടിക്ക് ഇവിടെ പഴയ നൊസ്റ്റ് ഓർമ്മ വന്നിട്ട്, ഇതെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് മഹാഗണിയുണ്ടേ, അതിൻ്റെ കായാണ്. ഇത് കഴിക്കാനൊന്നും കൊള്ളൂല. പക്ഷേ ആ കുഞ്ഞായിരുന്നപ്പോൾ അവൾക്ക് ഇതിലായിരുന്നു കളിയും. ഇത് പൊട്ടിച്ചൊക്കെ കഞ്ഞിയും കറിയും ഉണ്ടാക്കലും. ഇതിലൊരു ഇലയുണ്ട്, അതിങ്ങനെ വീശി എറിയുമ്പം പറന്നു പോവും. അതൊക്കെ പഴയ ഓർമ്മ വന്നിട്ട് അവൾ ഇവിടെ ഏകദേശം 8ാം ക്ലാസ് വരെ ഇവിടെ തന്നെയായിരുന്നല്ലോ. ഞങ്ങൾ ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ശ്രീകുട്ടിക്ക് 8ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ റോഡിൻ്റെ സൈഡിൽ വാങ്ങിയത്. അപ്പം അതൊക്കെ പണ്ടത്തെ ഓർമ്മയിൽ അവൾ അതൊക്കെ തല്ലി പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കഴിക്കാനുള്ള സാധനം. ബാക്കിയെല്ലാം കൂടി കൊണ്ടുവന്ന് ഇങ്ങനെ പറത്തി, ഇങ്ങനെ ഇത് കടലാസ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ എറിയുമ്പം പറന്നു പോണ ആ പഴയ കാലമൊക്കെ അവൾ ഓർമ്മ വന്നത് ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എണീറ്റ് വാടിയെന്ന് പറഞ്ഞാൽ അവൾ പ്രായമെല്ലാം മറന്നിട്ട് അവളൊരു കുഞ്ഞു കുട്ടിയായിട്ട് ഗുണ്ടുവും കൂടി സപ്പോർട്ടുണ്ട് കേട്ടാ. ചേച്ചി ഞാനും കൂടി ഉണ്ടേ എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്നത്. പിന്നെ ഞാൻ കുറേ നേരമായപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പോയി. പോവാൻ കിടന്ന് വിളിച്ച്. പിന്നെ ശാന്തമാമി പറഞ്ഞ് എനിക്കിവിടെ കേബിളൊന്നും ഇല്ലാത്തത് കൊണ്ട്
ഇന്നെന്തോ കേബിള് കംപ്ലൈന്റ്, അതുകൊണ്ട് മക്കളെ ഞാൻ ഇതാ വെളിയിൽ ഇങ്ങനെ കാഴ്ചകളും കണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിതാ അങ്ങോട്ട് തോട്ടത്തോട്ട് ഇറങ്ങി. അപ്പം ഇതാ എൻ്റെ കൂടെ എൻ്റെ സഹചാരി ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്നിതാ പാലെടുത്തപ്പോൾ അവനും കൂടെ വരുന്നുണ്ട്. പിന്നെ എന്നെ വെട്ടിച്ചൊല്ലുമ്പോൾ ഞാൻ തുടലിങ്ങനെ ഇട്ടിട്ടുണ്ട്, കാലിൽ ചവിട്ടി പിടിക്കും, എൻ്റെ കൂടെ വരും. ചിലപ്പം ദിശ മാറും. ഇപ്പം കുറച്ചുകൂടി ഇങ്ങനെ വന്നിട്ട് അവൻ അപ്പുറത്തെ വിളയിലോട്ട് ചാടാനായിട്ട് ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ തുടലിൽ ചവിട്ടി പിടിക്കും. അപ്പം പിന്നെ എൻ്റെ കൂടെ തന്നെ വന്നോളും കേട്ടാ. അങ്ങനെ ഇങ്ങനെ അവനും ഞാനും. അപ്പം ഇന്ന് ശ്രീകുട്ടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാം. പിന്നെ അവന് നല്ല തളർന്ന് എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് വന്നപ്പോഴേ അവൻ നല്ല തളർന്ന്. അവന് പിന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അതാ ചേച്ചിയുടെ കൂടെ നടക്കുവാണ്. അപ്പൊ ഇവിടെ ഒരു റെമ്പോട്ടി അത്ര ചെറിയ കായാണ്, അങ്ങനെ കഴിക്കാനൊന്നും കിട്ടത്തില്ല. ഇവിടെ കുരങ്ങന്മാരൊക്കെ വന്ന് എടുത്തോണ്ട് പോയി. എന്നാലും കുറച്ച് പച്ച കണ്ടപ്പോൾ അവക്കൊരു ആഗ്രഹം കുറച്ച് നിപ്പുണ്ട്. പിന്നെ അവളാണ് പകുതി എടുത്ത് എനിക്ക് തന്നത്. എനിക്ക് നല്ല തലവേദന, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എനിക്ക് തലവേദന. എന്നാലും നമ്മൾ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവൾ കുറേ നേരം ഈ റെമ്പോട്ടിക്കായുടെ ഇതടിച്ച് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പച്ചയാണ് കിട്ടിയത്. പിന്നെ അതാ ഗുണ്ടുവിന് അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ കിട്ടിയത് കൊണ്ട് അവന് വീട്ടിലൊന്നും നശിപ്പിക്കണത് പോരാഞ്ഞിട്ടാണ് തോട്ടത്തും കൂടി വന്നിട്ട് ഈ ചൂലും അവ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ നശിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടത്. ഇതാ കണ്ട, അവക്ക് അടിച്ചു പൊട്ടിച്ച് ഇത്രയും കിട്ടി. ഇതിലൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിൽ കായൊന്നും ഇല്ല കേട്ടാ. പിന്നെ അത് അവിടെ ചേച്ചിയുടെ ചേട്ടൻ അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പം കൊണ്ടും നോക്കിക്കൊണ്ടിരുന്നു. നേരെ നമ്മളിങ്ങ് വീട്ടിൽ പോന്നു. വീട്ടിൽ പോന്നിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ കൊണ്ട് തന്നെ പഴം നല്ലതാ. കേക്ക്. ഓ എന്തൊരു കേക്ക്, എങ്ങനത്തെ കേക്ക്? ഓക്കെ, അവിടെ വെച്ചോ ഡേറ്റ്സിന്റെ കേക്ക്. അമ്മയ്ക്ക് ഇഷ്ടം. ഇപ്പം കുറച്ച് ദിവസം എൻ്റെ അമ്മയ്ക്ക് സ്ഥിരമുള്ളതാണ് ഐസ്ക്രീം. എന്നെ ഉദ്ദേശിച്ചല്ല, എൻ്റെ പിള്ളേരെ ഉദ്ദേശിച്ചു. 4 പേർക്കുണ്ട്. പിന്നെ വേറെ പഴം പിന്നെ എന്തൊരു ഉണ്ടാവുക. ഇതെല്ലാം അമ്മാമ്മ കൊണ്ടുവന്നതാണ്. അപ്പം അമ്മയ്ക്ക് ഇപ്പൊ വന്ന് ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ് മഞ്ഞ, ഈ മുറുക്ക് പോലത്തെ മടക്ക് എന്തോ ആണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഇവിടെ എന്തൊക്കെയോ പറയും. അപ്പൊ അതൊക്കെ അമ്മയ്ക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. എനിക്കിഷ്ടമില്ല, പക്ഷേ ഐസ്ക്രീം പൊതുവേ ഇഷ്ടമില്ല. എൻ്റെ ബർത്ത്ഡേ ഓർത്ത് കൊണ്ടുവന്നത് എനിക്കറിഞ്ഞൂടെ, കഴിഞ്ഞ വർഷം അമ്മ തന്നെയാണ് ഓർമ്മിച്ച് കൊണ്ടുവരുന്നത്. എൻ്റെ കുട്ടിക്കാലം മുതലേ അമ്മ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും അമ്മ ഓർത്ത് രാവിലെ തന്നെ, കുട്ടിക്കാലത്തൊക്കെ മധുരത്തിലുള്ള ഉണ്ടയോ അല്ലെങ്കിൽ പഞ്ചസാരയിൽ എന്തെങ്കിലും മധുരം രാവിലെ തരും. എന്നിട്ട് അമ്മ കുറച്ച് ഉപദേശിക്കും. പിന്നെ ഇന്ന് പിണങ്ങാൻ പാടില്ല, പിന്നെ അടിക്കാൻ പാടില്ല, എന്നെ അനിയൻ്റെ കൂടിയും വിളിച്ചിട്ട് അവളെ ഇന്നൊന്നും ചെയ്യില്ല. അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മയാണ്. അമ്മ എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേ കറക്റ്റ് ഓർത്ത് വയ്ക്കും. കുഞ്ഞും കാലം മുതലേ അങ്ങനെ തന്നെ. കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഒന്നും വാങ്ങിത്തരാനൊന്നും ഉള്ള ഒരിതില്ല. അപ്പം അമ്മയ്ക്ക് അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ട് അമ്മയ്ക്ക് ബിരിയാണി, ബർത്ത്ഡേ ആയിട്ട്. ഞങ്ങൾക്ക് അപ്പമാണ്, കാരണം എനിക്ക് അപ്പമാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്കും കുഞ്ഞുവിനും ബിരിയാണിയാണ് ഇഷ്ടം. അല്ലേ കുഞ്ഞു? കേട്ടോ ഇവിടെ ഉണ്ട്. ഹലോ പറ. ഉറക്കമായിരുന്നു. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെ ഇങ്ങനെ അൺപാക്കിങ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കില. ഞങ്ങളൊന്നും അറിയാണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം ഞങ്ങളൊന്നും അറിയില്ല, എന്തായാലും അച്ഛനും അറിയത്തില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ വന്നു. ഞാൻ അപ്പം കളിയാക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അറിഞ്ഞില്ലല്ലോ, അമ്മയുടെ സ്വന്തം ഭാര്യയുടെ ബർത്ത്ഡേ ആയിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് നേരം കളിയാക്കിയപ്പോഴാണ് അമ്മ കണ്ണ് കാണിക്കണം. നോക്കവിടെ നോക്കിയപ്പോൾ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഞാൻ വിളിച്ചത് ഇത് ചുമ്മാ ഞാൻ വിളിച്ചു പറഞ്ഞാലേ, അല്ലെങ്കിൽ ഞാനാണ് വിളിച്ചു പറയണത്, അതേ ബർത്ത്ഡേ അമ്മയുടെ ബർത്ത്ഡേ ആണ് വലിയ വാങ്ങിച്ചുകൊണ്ട് വരണേന്നൊക്കെ ഞാൻ വിളിച്ചു പറയും. പക്ഷേ വൈകുന്നേരം ആയിപ്പോയി, അമ്മ 6 മണി കഴിഞ്ഞല്ലേ കൊണ്ടുവന്നപ്പോ. അപ്പൊ പിന്നെ ഇനി വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ ഇങ്ങ് തിരിച്ചു വരാറായി കാണുമല്ലോ അല്ലേ. അങ്ങനെയാണ് ഞാനും പിന്നെ അങ്ങ് വിട്ടുപോയത്. നോക്കിയപ്പം എൻ്റെ അനിയത്തി ഫോണും എടുത്തുകൊണ്ട് എൻ്റെ ഫോൺ പോലും ചോദിച്ചു വാങ്ങിയില്ല. ഇവിടെ ഒന്നും വിളിച്ചില്ല. അമ്മ വന്നപ്പം അമ്മയുടെ ഫോൺ വാങ്ങിക്കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുപോയി വിളിച്ചു പറഞ്ഞാണ് കൊണ്ടുവന്നത്. സംഭവം നമ്മളും ചോദിച്ചു ആരെടി വിളിക്കണേന്ന്. അപ്പോഴാണ് പറയണേ എൻ്റെ കൂട്ടുകാരീനെ എനിക്ക് വിളിക്കണം. അപ്പൊ
പിന്നെ രാത്രി ആമി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേർക്കും ഞാൻ ഗുണ്ടു ബിരിയാണി കുറച്ച്, നമുക്ക് ഒരു ബിരിയാണിയാണ് നമ്മൾ എല്ലാവരും കൂടി അങ്ങ് കഴിച്ചതല്ലേടി. എനിക്ക് അപ്പം ഉണ്ടായിരുന്നു, ചോറൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഇത് അറിയാതെ പെട്ടെന്ന്. അതുകൊണ്ടാണ് ചേട്ടാ അങ്ങനെ ഇവിടെ ചോറൊന്നും വേസ്റ്റായിട്ട് കളയണ്ടെന്ന്. പക്ഷെ ആരും കഴിച്ചില്ല, നമ്മളിതൊക്കെ തന്നെ കഴിച്ചോളൂ. പിന്നെ ഗുണ്ടുവിനും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 2-3 ഉരുള ചോറ് കൊടുത്തു, ബിരിയാണി, പിന്നെ ഇറച്ചിയൊക്കെ കൊടുത്തു. എങ്കിലും എനിക്കത് തൃപ്തിയല്ല. അപ്പം ആമിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇറച്ചിയുടെ കറിയും ചോറും പിന്നെ പൊരിച്ച മീനുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് വിരവി അങ്ങ് കൊടുത്ത്. ഗുണ്ടുവിന് പിന്നെ സംഭവം പറയാല്ല, ആള് ഭയങ്കര ഒരു കൂൾ മൈൻഡ്. അമ്മ വന്നാ പിന്നെ അവന് നിങ്ങൾക്കറിയാല ജലസാണ്, അവൻ ഫുഡ് നിറയെ കഴിക്കും. പിന്നെ അപ്പം വരെ അവൻ കഴിച്ച്, പക്ഷെ ആമിക്ക് അങ്ങനെ അവൾക്ക് വിശപ്പ് മാറിയപ്പോൾ അവളങ്ങ് മാറിയിരുന്ന് കണ്ട ഇത് അതൊരു. പിന്നെ എൻ്റെ സ്വന്തം ആൻറ്റിമാരെ എല്ലാവരും കമൻ്റ് ഇടണം, എല്ലാവരുടെ കമൻറ്റും ഞാൻ നോക്കും. ആരെങ്കിലും ഇട്ടില്ലെങ്കിൽ ഞാൻ പേര് പറഞ്ഞ് കമൻറ്റ് ബോക്സിലിടും. അടുത്ത വീഡിയോയിൽ എനിക്ക് ആൻറ്റി കമൻറ്റ് ഇട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ അടുത്ത വീഡിയോയിൽ കമൻറ്റ് ഇടും. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നല്ല വീഡിയോ അല്ല, ഓക്കെ, ഫാമിലി വീഡിയോസുമായിട്ട് വരാം. പിന്നെ ഗുണ്ടു ഉറങ്ങി കേട്ടോ, ആമി പിന്നെ വീട്ടിലും പോയി. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ശുഭനിദ്ര, സുഖനിദ്ര. അപ്പോൾ ബൈ ബൈ.